രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കുക. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ല എങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് അയോധ്യ നഗരം നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. ഇവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നന്നേ പാടുപെടുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠയ്ക്ക് അയോധ്യയിലേക്ക് വരേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി തീർത്ഥാടകരോട് പറഞ്ഞെങ്കിലും ആരും അത് ശ്രദ്ധിച്ചതായി തോന്നുന്നില്ല. വലിയ ജനക്കൂട്ടം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇപ്പോഴും ത്രേതായുഗ പ്രൗഢിയിൽ അയോധ്യ ഒരുങ്ങി. പോലീസ് നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളെല്ലാം ഭേദിച്ച് പതിനായിരങ്ങളാണ് ഇന്ന് അയോധ്യ നഗരത്തിലെത്തിയത്. അയോധ്യയിലേക്കുള്ള എല്ലാ പാതകളിലും നിറഞ്ഞ ജനങ്ങൾ നൃത്തം വയ്ക്കുകയും പാട്ടുപാടുകയും ഭജന അവതരിപ്പിക്കുകയും ചെയ്ത് അന്തരീക്ഷത്തെ ഉത്സവഭരിതമാക്കി. ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശം ഇന്ന് രാവിലെ നടന്നു. 125 കലശങ്ങൾ കൊണ്ടായിരുന്നു രാമവിഗ്രഹത്തിന്റെ സ്നാനം. കലശ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് സന്യാസിവര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. ഇന്നത്തെ പൂജകൾക്ക് ശേഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹം രാത്രിയോടെ ശയ്യയിൽ പ്രവേശിക്കും. നാളെ രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള 1 മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നീളുക. 12:30 പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിദിന പൂജകൾ സംബന്ധിച്ച കാര്യത്തിലും ട്രസ്റ്റ് അന്തിമ തീരുമാനം കൈക്കൊണ്ടു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ ദിവസവും 3 ആരതികൾ വീതമാകും ക്ഷേത്രത്തിലുണ്ടാവുക. പ്രതിദിനം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരതി ചടങ്ങുകൾ പാസ് മൂലം നിയന്ത്രിക്കാനാണ് തീരുമാനം. എല്ലാ വീഥികളും അയോധ്യയിലേക്കാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെ കൊണ്ട് അയോധ്യയും പരിസര പ്രദേശങ്ങളും നിറഞ്ഞിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം ആരംഭിക്കുന്ന സമയം കാത്തുനിൽക്കുകയാണ് ഇവരെല്ലാം. 23-ാം തീയതി തന്നെ ദർശനം ആരംഭിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റും വ്യക്തമാക്കുന്നു. ക്യാമറമാൻമാരായ VS രാഹുലിനും ജോഗേഷ് സിംഗിനും റിപ്പോർട്ടർ S വിജയകുമാറിനുമൊപ്പം അയോധ്യയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24.